എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ക്രിസ്മസ് സ്പെഷ്യൽ സ്വീഡിഷ് റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ സ്നാക്കിൻ്റെ പേരെന്ന് പറയുന്നത് ക്ലെനേറ്റർ എന്നാണ്. അപ്പോൾ ഇത് സ്വീഡനിൽ ക്രിസ്മസ് ടൈമിൽ ഉണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് ഒരു സ്നാക്കാണ്. അപ്പോൾ വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിച്ചും എടുക്കാവുന്നതാണ് അരിപ്പയിലൂടെ. ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പില്ലാത്ത ബട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാരയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടെ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. മധുരം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഹാൻഡ് ബീറ്ററോ തടിത്തവിയോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി അത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിയുന്ന വരെ നമ്മളത് മിക്സ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര തരിതരിയായിട്ടിരിക്കും. പൊടിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് കട്ടിയായിട്ടുള്ളൊരു മാവാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ ആണ് നമ്മുടെ മാവ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മാവ് ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത്. എക്സ്ട്രാ ആയിട്ട് നമുക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. കറക്റ്റ് അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു മാവായിട്ട് നമുക്ക് കിട്ടും. ഇത് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇത് സാധാരണ ഇവിടെ ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 1 മണിക്കൂർ മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വെട്ട് കേക്കിൻ്റെ ആ ഒരു സെയിം രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പക്ഷേ വെട്ട് കേക്കിൽ നമ്മൾ ബട്ടർ ചേർക്കില്ല. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പകരം നെയ്യും ഒക്കെയാണ് ചേർക്കുന്നത്. അപ്പം നല്ലതായിട്ട് പരത്തിയെടുക്കുക. പിന്നെ ഇത് നമ്മൾ ഫോൾഡ് ചെയ്യുന്നതിനും കുറച്ച് വ്യത്യാസമുണ്ട്. വെട്ട് കേക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. പക്ഷേ ഇത് കട്ട് ചെയ്തതിന് ശേഷം മറ്റൊരു ഷേപ്പിലാക്കിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ റെസിപ്പിയും അവിടെ ഇവിടെയൊക്കെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിനി ഇത് ഈക്വൽ സൈസിലുള്ള ഷേപ്പുകളായിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള ഭാഗം വീണ്ടും ഉരുട്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇപ്പം മുറിച്ച് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് അവർ ഫോൾഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ഒരു സൈസിൽ നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്കായിട്ട് ഒരു വെട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് വെട്ട് ഇടുക. അപ്പം പിസ്സ കട്ടർ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് സാധാരണ നൈഫ് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്തെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരെണ്ണം ഇങ്ങനെ എടുത്തു. അപ്പോൾ അതിൻ്റെ ആ വെട്ട് ജസ്റ്റ് ഒന്ന് വിടർത്തിയതിന് ശേഷം ഏറ്റവും മുകളിലത്തെ ഭാഗം ആ വെട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അകത്തേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പാടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്യുക. ബാക്കി വരുന്നത് വീണ്ടും ഉരുട്ടിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീതിയിലല്ലാതെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇവർ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം നമ്മളിപ്പം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ വെട്ട് കേക്കിൻ്റെ ടെക്സ്ചറേ അല്ല ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. കാരണം നമ്മളിതിൽ ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കുക്കിയുടെ ടേസ്റ്റാണ്. വെട്ട് കേക്ക് പോലെയല്ല. വെട്ട് കേക്ക് കുറച്ചുകൂടെ ഹാർഡായിരിക്കും. വെട്ട് കേക്കിൻ്റെ ടേസ്റ്റും അല്ല. അപ്പോൾ നമ്മൾ ബട്ടർ ഇടുമ്പം എൻറ്റയർലി ടേസ്റ്റ് വ്യത്യാസമാണ്. അപ്പോൾ ഇത് ചെറുതീയിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിടുന്ന പാടെ തന്നെ ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടത് കാരണം ഇത് കുറച്ചൊന്ന് വലുതാവും. അപ്പോൾ നന്നായിട്ട് ചെറുതീയിലിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയും കിട്ടും. നമ്മൾ വളരെ ഒരുപാടങ്ങ് കട്ടിയിലല്ല ഇത് പരത്തിയിട്ടുള്ളത്. അപ്പം ഒരുപാട് കട്ടിയിൽ പരത്തരുത്. ചെറിയൊരു തിക്നെസ്സിലാണ് പരത്തേണ്ടത്.
അപ്പോൾ നമ്മൾ ഇതുപോലെയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവിൽ മധുരവും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് പൊടിച്ച പഞ്ചസാര ഒന്ന് ഡസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് കഴിക്കുക. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പം ഹാർഡൊന്നുമല്ല. ബട്ടർ ചേർത്തിരിക്കുന്ന കാരണം നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കുക്കിയുടെ പോലത്തെ ടേസ്റ്റാണ്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പഞ്ചസാര ഡസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ചേർക്കും. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഏലക്കാപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കറുവപ്പട്ട പൊടിച്ചത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ഡസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രിസ്മസ് കേക്കിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരുന്ന നല്ലൊരു ഫ്രൈഡ് ക്രിസ്മസ് കേക്കാണ് ഇത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സിനമൺ പൗഡറും കാർഡമം പൗഡറും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് പുതുമയുള്ള റെസിപ്പീസ് ട്രൈ ചെയ്യുമ്പോൾ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ നിങ്ങൾ ക്രിസ്മസിനൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന റെസിപ്പികളുടെ ഫോട്ടോ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്കോ ഫേസ്ബുക്ക് പേജിലേക്കോ സെൻഡ് ചെയ്ത് തരാൻ മറക്കരുത്. അതെല്ലാം നമ്മൾ ടെസ്റ്റിമോണിയൽസ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇറക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്